ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പിടിമുറുക്കി ED. പ്രതികളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, എൻ വാസു, ഗോവർദ്ധൻ തുടങ്ങിയ പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും EDയുടെ പരിശോധന നടന്നു. ED കൊച്ചി സോണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ ചെന്നൈ, ബംഗളൂരു യൂണിറ്റുകൾ പങ്കെടുക്കുകയാണ്. രാവിലെ 7 മണി മുതലാണ് 3 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിൽ EDയുടെ റെയ്ഡ് ആരംഭിച്ചത്. സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ A. പത്മകുമാർ, N. വാസു, മുരാരി ബാബു, ഗോവർദ്ധൻ, ജയശ്രീ തുടങ്ങിയവരുടെ വീടുകളിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബംഗളൂരുവിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലുമെല്ലാം ED പരിശോധനയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെയും വെഞ്ഞാറമുട്ടിലെയും വീട്ടിലും സഹോദരിയുടെ വീട്ടിലും ED റെയ്ഡ് പുരോഗമിക്കുന്നു. അതിരാവിലെ എത്തി കാത്തുനിന്ന ശേഷമാണ് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ED പരിശോധന തുടങ്ങിയത്. പ്രതികൾ ഉണ്ടാക്കിയ സാമ്പത്തിക ലാഭം, കവർച്ചയുടെ ഗുണഭോക്താക്കൾ എന്നിവ കണ്ടെത്താനും കുറ്റകൃത്യം തെളിയിക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പൂർണ്ണ വ്യാപ്തി മനസ്സിലാക്കുവാനുമാണ് പരിശോധനയെന്നാണ് ED അറിയിക്കുന്നത്. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടലടക്കമുള്ള നടപടികളിലേക്കും വരും ദിവസങ്ങളിൽ ED കടന്നേക്കും. കേസിലെ SIT അന്വേഷണത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് കവർച്ചയ്ക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കടുപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം.